ഇങ്ങനൊരു നല്ല ദിവസത്തില് എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു അതിഥിയായി ഇവിടെ എത്താൻ, നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പറ്റിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു ജോലി ബാബാ സാഹേബ് അംബേദ്കറും മാവീരൻ അയ്യങ്കാളിയും നമുക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ആ വഴിയില് ഈ സനാതന സമൂഹത്തിനിടയിലുള്ള ഈ വഴിയിൽ സഞ്ചരിക്കാൻ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും ഞാൻ ധൈര്യപൂർവം നടക്കും എന്നുള്ളൊരു കാര്യം അത് മാത്രമേ എനിക്ക് വാക്ക് പറയാൻ പറ്റുള്ളൂ നിങ്ങളുടെ. കേരളത്തിലെ ജാതി സമൂഹം മഹാവീരൻ അയ്യങ്കാളിയെയും ബാബാ സാഹേബ് അംബേദ്കറിനെയും ജാതിവാദിയായിട്ടും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ജാതിയുടെ മാത്രം നേതാവാക്കി മാത്രം ആഘോഷിക്കപ്പെടുന്ന ഈ ഒരു സമൂഹത്തില് അടുത്ത പ്രാവശ്യം ഇതേ ദിവസം 10,000-കണക്കിന് ജനങ്ങള് ഒത്തുകിടുന്ന ഒരു വേദിയില് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെയും മഹാവീരൻ അയ്യങ്കാളിയുടെയും ജന്മദിനങ്ങളും അവരുടെ നിனைவு നാളുകളെല്ലാം ആഘോഷിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് സാമൂഹികമായി നമ്മൾ വളരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹമാണ്. പിന്നെ കേരളത്തിലെ, ഇന്ത്യയിലെ കക്ഷി രാഷ്ട്രീയങ്ങളെയും രാഷ്ട്രീയ സംവിധാനങ്ങളെയും ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സംഘടിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഇനിയും വളരാൻ ഒരുപാട് കാലം എടുക്കും എന്നുള്ളതാണ് എനിക്ക് കുറച്ച് നാളുകളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം നമ്മൾ തന്നെ വിഭജിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിലുള്ള ഈ തീവ്ര സനാതനത്തിന്റെ സാഹോദര്യമില്ലായ്മ നമ്മുടെ ഉള്ളിലും കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് എനിക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞത്. ദയവ് ചെയ്ത് അടുത്ത മഹാവീരൻ അയ്യങ്കാളിയുടെ ജന്മദിനാഘോഷത്തിന്റെ പരിപാടിയായിട്ടും എന്ത് പരിപാടിയാണെങ്കിലും ബഹുജനങ്ങളെ മുഴുവൻ കോർത്തിണക്കാൻ പറ്റുന്ന ഒരു വലിയ ഇടത്തിലേക്ക് ഞാൻ വരാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സനാതനത്തിന്റെ ആളുകളെ വിഘടിപ്പിച്ചുകൊണ്ടുള്ള ഈ രാഷ്ട്രീയ പരിഷ്കരണത്തിൽ നിന്ന് നമ്മൾ മുന്നോട്ട് വരേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് പട്ടികജാതി, ആദിവാസി, ദളിത് സമൂഹങ്ങളെല്ലാവരും. ഞാൻ അധികം സംസാരിച്ച് നീട്ടുന്നില്ല, എന്റെ വിഷമം പറഞ്ഞു തന്നേ ഉള്ളൂ. ഞാനൊരു പാട്ട് പാടിയിട്ടേ പോകുള്ളൂ. പക്ഷെ എന്ത് പാട്ട് പാടുന്നുള്ളൊരു സംശയത്തിലാണ് ഞാൻ എന്ത് പാട്ട് പാടണം. പൊയ്കയിലപ്പച്ചന്റെ പാട്ട് പാടാനാണ് പറഞ്ഞത്. ഞാനൊന്നും പഠിച്ചു വന്നിട്ടൊന്നുമില്ല. എങ്കിൽ കൂടി ഈ പൊയ്കയിലപ്പച്ചന്റെ ഒരു പാട്ടിലെ ഒരു 4 വരി ഞാൻ ഇപ്പോഴത്തെ സാമൂഹികാവസ്ഥയിൽ ഞാനിത് പാടിയപ്പോൾ വേടൻ ജാതീയവാദിയാണ് എന്നാണ് പറഞ്ഞു കളഞ്ഞത്. ഞാൻ ഈ പാട്ട് ഒരു വേദിയിൽ പാടിയപ്പോൾ പൊയ്കയിലപ്പച്ചൻ നമുക്ക് വേണ്ടി എഴുതി പോരാടി മരിച്ചു പോയിട്ടുള്ള ഒരാളാണ്. അപ്പോ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പൊയ്കയിലപ്പച്ചന്റെ ഒരു കവിതയിൽ ഒരു 4 വരിയാണ്. ഇത് പൊതുസമൂഹത്തിനുള്ളിലേക്ക് എത്തിപ്പെടേണ്ടതായിട്ടുള്ള ഒരു വരിയും കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത്. പുലയരെല്ലാരും കൂടി. അറിയോ ഈ പാട്ട്, ഈ കവിത ആർക്കെങ്കിലും അറിയോ? എങ്കിൽ അത് ഞാൻ എന്തായാലും പാടും. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് പാടരുതെന്നാണ് പറയണത്. എന്താണ് അവസ്ഥ? പുലയരെല്ലാരും കൂടി ചേരവരായാലെന്താ പുലയന്റെ ഈ കേരളത്തിൽ ഇതിനൊരു ശുഭം വരുമോ? പറയരെല്ലാരും കൂടി സാമ്പവരായാലെന്താ പറയന്റെ വഴി മാറുമോ? ഈ ധര തന്നിൽ ഇത് ഈ കാലഘട്ടത്തിലും പാടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു വീരയോദ്ധാവിന്റെ ഓർമ്മ ദിവസം കടലമ്മ കരഞ്ഞല്ലേ പറ്റത്,
കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്. കടലിന്റെ മക്കളാ കടലിന്റെ, കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്. കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്. കടലിന്റെ മക്കളാ കടലിന്റെ. ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞ ഒരു കാര്യം, എല്ലാവരും ഒന്നു ചേരുക, നല്ല വിദ്യാഭ്യാസത്തിലേക്ക് നേടുക, നല്ല മനുഷ്യരായി വളരാൻ സാധിക്കുക. ജയ് ഭീം. നാം മഹാത്മാ അയ്യൻകാളിയുടെ 84ാം ചരമവാർഷികം ആചരിക്കുന്നു. സമത്വത്തിനും സാമൂഹ്യ നീതിക്കുമായുള്ള മഹത്തായ പോരാട്ടത്തിന് അദ്ദേഹം വെച്ച് കെട്ടിയ വഴിയാകുന്നു ഇന്നും നമുക്ക് പ്രചോദനമായി നിലനിൽക്കുന്നത്. പട്ടിക വിഭാഗങ്ങളെ വിദ്യാഭ്യാസത്തിലേക്ക് നയിച്ച മഹാത്മാ അയ്യൻകാളി സഞ്ചാര സ്വാതന്ത്ര്യത്തിന്റെ പാത തെളിക്കുകയും ചെയ്യുന്നു. ഈ സ്മൃതി സായാഹ്നത്തിന്റെ ഏറെ ബഹുമാനീയനും ആദരണീയനുമായ നമ്മുടെ പ്രിയങ്കരനായ കൊച്ചു സഹോദരൻ, ഈ സായാഹ്നത്തിന്റെ അതിഥി ശ്രീ ഹിരൺദാസ് മുരളി എന്ന നമ്മുടെ പ്രിയങ്കരനായ വേടൻ KPMSന്റെ സംസ്ഥാന ഖജാൻജി ശ്രീ KA സിബി അവർകൾ ഗംഭീര വിജയമാക്കുന്നതിലേക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട നിയമപാലകർ, അതുപോലെ നമ്മുടെ ഈ പരിപാടി ലോകമെങ്ങും അറിയിക്കുവാൻ വേണ്ടി ആകാംക്ഷാഭരിതരായി കാത്തിരുന്ന ഇവിടെ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മീഡിയയുടെ ഏറ്റവും പ്രിയങ്കരായ സഹപ്രവർത്തകർ. മഹാത്മാ അയ്യങ്കാളിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളെല്ലാം ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം തിരുവനന്തപുരത്തുകാരാണ്, അവർക്കിതെല്ലാം അറിയുന്നവരുമാണ്. 1863 ജനിച്ച അദ്ദേഹം 1941 മരിക്കുന്നത് വരെ അദ്ദേഹത്തിന് ഏകദേശം ധാരണ എത്തിയ കാലം മുതൽ ഈ വിഭാഗം അനുഭവിച്ച, പിന്നോക്കക്കാർ അനുഭവിച്ച ദുരിതങ്ങളും ദുഃഖങ്ങളും അദ്ദേഹത്തിന്റെ നെഞ്ചിനെ ഇങ്ങനെ ഉലട്ടി. ഞാൻ വേടൻ എന്ന് തന്നെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ചോദിച്ചു, വേടൻ എന്ന് വിളിക്കണ ആണോ ഇഷ്ടം ഹിരൺദാസ് ആണെന്ന്? സ്നേഹത്തോടുകൂടി വിളിക്കണല്ലേ, എന്ത് വേണമെങ്കിലും വിളിച്ചോളാം. അപ്പൊ അതുകൊണ്ട് ഞാൻ വേടൻ എന്ന് തന്നെ പറയും. ഞാൻ വേടനോട് പറയുന്ന, സ്വകാര്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്, എഴുത്ത് നിർത്തരുത്. ആഞ്ഞുകൊള്ളുന്ന ഹൃദയത്തിലേക്ക് കീറിപ്പാഞ്ഞെത്തുന്ന ഭാഷയിൽ എഴുതി ഈ രാജ്യത്തിന്റെ എല്ലാ മാറ്റത്തിനും വിധേയമാക്കുവാൻ ഈ കൊച്ചുമകന്റെ കൈകൾക്ക് കരുത്തുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നതിന് കാരണം കേരളത്തിലെ യുവാക്കൾ മുഴുവൻ ഈ കൊച്ചുമകന്റെ കൂടെയാണ്. ചെറുപ്പക്കാർ, അതിൽ ജാതി മത ഭേദമില്ല. എഴുതാൻ കഴിയുന്ന, ചിന്തിക്കാൻ കഴിയുന്ന തരത്തിൽ എഴുതി എല്ലാ ഹൃദയങ്ങളെയും ഇങ്ങനെ ആഞ്ഞു പിടിക്കാൻ, കാർന്നു പിടിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് എഴുതി വിജയിക്കട്ടെ, വിജയിക്കട്ടെ, വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വാക്കുകൾ കേൾക്കുവാനും ശ്രദ്ധിക്കുവാനുമാണ് നമ്മൾ എല്ലാവരും ഒത്തുചേർന്നത്. അതിനൊരു നിമിത്തമായിട്ടാണ് ഈ ദിനാചരണത്തെ KPMS കാണുന്നത്. KPMS നടത്തിയിട്ടുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും ഒരു ജാതിക്കോ ഒരു മതത്തിനോ എതിരല്ല. വേടൻ ഉയർത്തിയ മുദ്രാവാക്യമുണ്ട്, ചാതുർവർണ്ണയത്തിനെതിരെയാണ് അദ്ദേഹത്തിന്റെ പോരാട്ടം, സമത്വത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ പോരാട്ടം. ഈ രാജ്യത്ത് ജനിക്കുന്ന എല്ലാവർക്കും തുല്യനീതി ഉണ്ടാകണം.
വാഗമൺ സ്പൈസസ്. വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത്. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.